ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സൂസന്ന. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 1 വർഷം മുമ്പാണ്. കാരണം സെപ്റ്റംബർ 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുമ്പോൾ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വീട്ടിൽ സമാധാനം, ഞാനും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, പൊതുവേ സമാധാനത്തിന് കുറച്ച് കഴിവ്. ഇപ്പോൾ ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം, തീർന്ന് കഴിയുന്നതിന് മുമ്പേ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യപരമായിട്ടും പരമായിട്ടും സമാധാനപരമായിട്ടും. സോ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയാണ് പറഞ്ഞത്, ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, അവർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോഴൊക്കെ ഞാൻ സമയമുണ്ട് നമുക്ക് പിന്നെ പോവാം എന്ന് പറയുന്നു. പക്ഷേ ഒരു ദിവസം ശനിയാഴ്ച എനിക്ക് രാവിലെ എണീറ്റപ്പോൾ തോന്നുക, ഇന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഉടമ്പടി എടുക്കണം എന്ന് തോന്നി. വന്നു, ഉടമ്പടി എടുത്തു. അതിന് 2 ദിവസം മുമ്പ് ഞാനൊരു പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ മാസം എനിക്ക് പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. സോ അതിനുവേണ്ടിയാണ് ലോൺ അപ്ലൈ ചെയ്തത്. പക്ഷേ രാവിലെ ഉടമ്പടി എടുക്കാൻ ഇവിടെ ക്യൂ നിന്നപ്പോൾ എനിക്ക് മെസ്സേജ് വരുവാണ്, ലോൺ റിജക്റ്റഡ് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് വിഷമിച്ചു, അയ്യോ നമുക്ക് ലോൺ കിട്ടിയില്ലല്ലോ. എന്നാലും ഉടമ്പടി എടുത്ത് ഞങ്ങളന്ന് വൈകുന്നേരം ഒരു 6:45-7 ആയപ്പോഴാണ് തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിലോട്ട് കോൾ വരുവാണ്, നിങ്ങളുടെ ലോൺ പാസ്സായെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ സന്തോഷത്തോടെ വെച്ചു, 2 ദിവസത്തിനുള്ളിൽ പൈസ ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രാവിലെ റിജക്റ്റ് ആയ ലോൺ എങ്ങനെയാണ് അപ്രൂവ് ആയത്? അതിനു മുമ്പ് സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു, പിന്നെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കും ലോജിക്ക് ഇല്ലാതെ നടക്കൂലെന്ന്. പക്ഷേ എനിക്കൊരു അനുഭവം വന്നപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് മാനസികമായി ചിന്തിക്കുന്നതിനപ്പുറമാണ് മാതാവ് ഇടപെടുമ്പോൾ ഉള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അതാണ് എൻ്റെ ആദ്യത്തെ ജീവിതത്തിലുണ്ടായ അത്ഭുതം. അതെന്നെ ഭയങ്കരമായിട്ട് അമ്മ മാതാവിനോട് അടുപ്പിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന് ജോലി ഉണ്ടായിരുന്നു, പക്ഷേ സാലറി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ല. ഒരു 4-5 മാസം അടുപ്പിച്ച് സാലറി കിട്ടുന്നില്ലായിരുന്നു. അപ്പം 2 പേർക്കും സാലറി ഉണ്ടെങ്കിലേ നന്നായിട്ട് ജീവിതം മുമ്പോട്ട് പോകുള്ളൂ. അപ്പം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ ഓർത്ത്, ഇനി നാട്ടിൽ നിൽക്കേണ്ട, നമുക്ക് എല്ലാ ശരാശരി മലയാളികളെ പോലെ ഞാനും ഓർത്തു നമുക്ക് പുറത്തോട്ട് വിദേശത്തോട്ട് പോകാം. അപ്പം ആദ്യം പഠിക്കാൻ വേണ്ടി കോളേജിലാണ് നോക്കിയത്. പൈസ ഉണ്ടായിട്ടല്ല, ലോൺ എടുത്ത് കോളേജിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഒറ്റ കോഴ്സ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നു. ഇത് ഒക്ടോബറിൽ നടന്ന കാര്യമാണ്. ഒക്ടോബർ 2022 ഞാൻ കോളേജിൽ നോക്കുന്നു, ജാനുവരി ഇൻടേക്കിന് അഡ്മിഷൻ നോക്കുന്നു. IELTS എഴുതണമെന്ന് പറയുന്നു. ഒക്ടോബർ ആദ്യം ഞാൻ IELTS എഴുതി, ലാസ്റ്റ് ആയപ്പോൾ റിസൾട്ട് വന്നു. അപ്പം IELTS ഞാനൊരു പ്രാർത്ഥന നിയോഗം എഴുതിയിരുന്നു. എൻ്റെ അമ്മ മാതാവ് ഞാൻ ആവശ്യപ്പെട്ടതിനേക്കാളും കൂടുതൽ IELTS പോയിൻ്റ് വന്ന് എന്നെ ജയിപ്പിച്ചു. പക്ഷേ കോളേജിലേക്ക് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞു. ജാനുവരിയിലേക്ക് സീറ്റില്ല, അടുത്ത സെപ്റ്റംബറിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു. സാധാരണ എൻ്റെ ജീവിതത്തിൽ ചെറിയ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഞാൻ ഇങ്ങനെ നടക്കാതെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ആളാണ്. പക്ഷേ അന്ന് അഡ്മിഷൻ കിട്ടാത്തപ്പോൾ ഞാൻ ഓർത്തു, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരേപോലെ പറഞ്ഞു, എടി അമ്മ മാതാവ് എന്തെങ്കിലും നല്ലത് വരുതായിരിക്കുക, അതുകൊണ്ടാണ് അഡ്മിഷൻ കിട്ടാത്തത്. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമായില്ല, ഞാൻ സെപ്റ്റംബർ ഇൻടേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നവംബർ ഫസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്കും എൻ്റെ കൂട്ടുകാരി എനിക്കൊരു UK ഞാൻ പുറത്ത് പോകണമെന്ന് ആചരിച്ചു, UK അല്ലെങ്കിൽ കാനഡ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഒരു ലിങ്ക് അയച്ചിരുന്നു, ഒരു ജോലി UK ആൾക്കാർ ഡയറക്റ്റ്ലി വന്ന് നമ്മളെ ജോലിക്ക് എടുക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് കിട്ടൂല എന്നാണ് പറഞ്ഞത്, എനിക്ക് അതിനുള്ള കഴിവില്ലാന്ന്. പിന്നെ ഞാൻ ഓർത്തു, മാതാവ് കൂടിയില്ലേ, ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത് അപ്ലൈ ചെയ്തു. ഒരു 600-1000 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന്. അതിനകത്ത് ഒരു 6-7 ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതിൽ 13 അവസാനം വന്ന് 13 പേരിൽ എൻ്റെ അമ്മമാതാവ് എന്നെ ആക്കി. എനിക്ക് ഒട്ടും കഴിവുണ്ടായിട്ടല്ല. അപ്പം ഞാൻ ഓർത്തു, അച്ഛൻ എപ്പോഴും പറയുന്നത് ആ പ്രസംഗത്തിൽ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമായി, അമ്മമാതാവ് കൂടെയുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് തല ചായ്ക്കാൻ ഒരു തോളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പേ എന്നെ വഴികാട്ടാൻ ഒരാളുണ്ടെന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം എന്നെ മുന്നോട്ട് നയിച്ചത് വളരെയധികമാണ്. പിന്നെ ഉള്ളത്, അപ്പം UK ആദ്യം പഠിക്കാൻ എങ്ങനെയും പോയാൽ മതി എന്ന് ഉദ്ദേശിച്ച എനിക്ക് എൻ്റെ അമ്മമാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ UK പറഞ്ഞു വിടുക. അപ്പോൾ എനിക്ക് വിസ ഈ ഒക്ടോബർ 2023 കിട്ടി. ഞാനിപ്പോൾ നിയോഗം എഴുതിയപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു, മാതാവെ ഞാൻ വിസ കിട്ടിക്കഴിയുമ്പോൾ വന്ന് പറയാമെന്ന് പറഞ്ഞു. വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഇല്ല ടിക്കറ്റ് വരട്ടെ, ടിക്കറ്റ് വരുമ്പോഴാണല്ലോ കൺഫേംഡ് ആകുന്നത്, ഞാൻ പോവാന്ന്. അതുകൊണ്ട് ഞാൻ വെച്ച് താമസിപ്പിച്ചു. പക്ഷേ ആ ഒക്ടോബർ ലാസ്റ്റ് വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരനക്കവും ഇല്ല ടിക്കറ്റിലോട്ട്. അപ്പോൾ ഇന്നലെ ഞാനും ഹസ്ബൻഡോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും ഇന്ന് പോയി സാക്ഷ്യം പറയാം, ടിക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം തീരുമാനിക്കുന്ന എന്താണെങ്കിലും വന്ന് പറഞ്ഞിട്ടേ ഉള്ളെന്ന്. അപ്പോഴുണ്ട് ഇന്നലെ രാത്രി 11:15 എനിക്ക് മെസ്സേജ് വരുവാണ്, തിങ്കളാഴ്ച എനിക്ക് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും, തിങ്കളാഴ്ചത്തേക്ക് ഞാൻ UK പോകണമെന്ന് പറഞ്ഞിട്ട്.
അപ്പം ഞാൻ അന്ന് മാതാവിനോട് വാക്ക് കൊടുത്തിരുന്നു, പക്ഷേ ഞാനത് മാറ്റി, അതുകൊണ്ട് താമസിപ്പിച്ചു. പക്ഷേ ഞാൻ പറയാമെന്ന് പറഞ്ഞ ഉടനെ എൻ്റെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു മാതാവിൻ്റെ അടുത്ത് വാക്ക്, അത് വെച്ച് താമസിപ്പിച്ചത് എൻ്റെ തെറ്റായിരുന്നു. ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അപ്പം ഇന്നലെ രാത്രിയാണ് മെസ്സേജ് വരുന്നത് 20-ാം തീയതി പോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഉള്ളത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ ഒരു ജയൻറ്റ് സെൽ ട്യൂമർ എന്നാണ് പറയുന്നത്, ഒരു വളർച്ച ഉണ്ടായിരുന്നു വലത്ത് കൈയിൽ, ഇവിടെ എല്ലൊരു വളർച്ചയുണ്ടായിരുന്നു. അപ്പം 1 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയാണ്. നമ്മൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് 1 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയാണ്. അന്ന് നമുക്ക് ഗ്രോത്താണെന്നറിയില്ല, കയ്യിൽ ഒരു വേദന എപ്പോഴും. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു ചില സമയത്ത് നാരങ്ങ പകുതി മുറിച്ച് വെച്ച പോലെ വലുപ്പത്തിലിരിക്കുമായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു ഹസ്ബൻഡിന്. മെഡിസിൻസ് കഴിച്ചു, പല ഡോക്ടേഴ്സിനെ കണ്ടു, വൈദ്യന്മാരുടെ അടുത്ത് പോയി, പക്ഷേ ഒരു ഗുണമില്ലായിരുന്നു. അവസാനം ഒരാൾ പറഞ്ഞു, ഒരു ഫിസിഷ്യൻ പറഞ്ഞു നമുക്ക് MRI എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 വട്ടം MRI എടുക്കാൻ പോയി. MRI ക്ലിയർ ആയില്ല. 4ാമത്തെ വട്ടം MRI എടുത്തപ്പോഴാണ് കാണുന്നത് കയ്യിൽ ഗ്രോത്ത് ഉണ്ടെന്ന്. അപ്പം നമ്മൾ 4-5 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ. അതിനകത്ത് 4 ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പം ചെയ്യേണ്ട, അത് പതുക്കെ ഓപ്പറേഷൻ ചെയ്താൽ മതി, അതിന് മെഡിസിൻ ഇല്ല, ഓപ്പറേഷൻ ചെയ്ത് തന്നെ കളഞ്ഞാലേ അത് പോവുള്ളൂ, മരുന്നില്ല അതിന്. അപ്പം 4 പേര് പറഞ്ഞു പതുക്കെ 4-5 മാസത്തിൽ പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ മാത്രം, 5ാമത്തെ ഒരു ഡോക്ടർ മാത്രം പറഞ്ഞു വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെയ്തു, കാരണം ഇത് ഗ്രോ ചെയ്യുന്ന ട്യൂമറാണ്, അത് വെച്ച് താമസിപ്പിച്ചാൽ സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് ചിലപ്പോൾ ഒരു സിഗ്നൽ തരുന്നതായിരിക്കും വെച്ച് താമസിപ്പിക്കേണ്ട, എത്രയും പെട്ടെന്ന് ചെയ്യാൻ. കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, പക്ഷെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ആദ്യം MRIയിൽ 3 സെൻറ്റിമീറ്ററാണ് ഗ്രോത്ത് കാണിച്ചത്. MRIയിൽ നമുക്ക് കറക്റ്റ് ലെങ്ത് അറിയില്ല. 3 സെൻറ്റിമീറ്റർ ഗ്രോത്ത്, 3.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയണമെന്ന് മാത്രമേ ഡോക്ടർ പറഞ്ഞുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഗ്രോത്ത് 5.5 സെൻറ്റിമീറ്റർ ഉണ്ട്. 5.5 സെൻറ്റിമീറ്റർ ഗ്രോത്ത് ഉണ്ട്. 6.5 സെൻറ്റിമീറ്റർ എല്ല് കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ ചെറിയ എല്ല് 6.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 5.5 സെൻറ്റിമീറ്ററാണ് ഡോക്ടറിൻ്റെ 5 സെൻറ്റിമീറ്ററാണ് ഡോക്ടർ മുറിച്ചപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് അത് ബയോപ്സിക്ക് അയക്കുന്നു. ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സാധാ ഗ്രോത്താണ്. പക്ഷേ ഗ്രോത്ത് നോക്കിയപ്പോൾ 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. കാഴ്ചയിൽ 5.5 ശരിക്കും 6 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മളൊരു 1/2 സെൻറ്റിമീറ്റർ കൂടുതലാണ് ഡോക്ടർ എടുത്തത്. അത് മാതാവ് പുള്ളിയുടെ മനസ്സിൽ തോന്നിച്ച് ചെയ്യിച്ചാണ്. ബിക്കോസ് അത് ഫുൾ എടുത്തില്ലായിരുന്നെങ്കിൽ ആ ഗ്രോത്ത് ഇനിയും കൂടി, കാരണം അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അത് പൊട്ടിയിരിക്കുമായിരുന്നു ഗ്രോത്ത്. ഈ ഗ്രോത്ത് പൊട്ടുമ്പോൾ എന്തെടുക്കും, ബാക്കിയുള്ള സ്ഥലത്തോട്ട് സ്പ്രെഡാവും. അപ്പോൾ നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിലും അത്രയും മുറിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിലും പിന്നെയും നമുക്ക് പ്രശ്നമായേനെ. അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറി സക്സസ് ആയിട്ട് ചെയ്തു തീർക്കാൻ സഹായിച്ചു. ഹസ്ബൻഡ് അകത്ത് കയറിയ സമയത്ത് ഫുള്ള് ഞാൻ അച്ഛൻ്റെ പ്രസംഗം TV-യിൽ കാണുമായിരുന്നു, ബൈബിൾ വായിച്ചു, എണ്ണ തേച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഹസ്ബൻഡിനെ കയറ്റി വിടുന്നത്. കാശിരൂപം കയ്യിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഉടമ്പടി തൈലം ഹസ്ബൻഡിനെ പൂശിയിട്ടാണ് ഞാൻ വിട്ടത്. ഞാനും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഈ IELTS പോയപ്പോഴാണേലും, ഇൻ്റർവ്യൂവിന് പോയപ്പോഴാണേലും, എന്തിന് പോയപ്പോഴാണേലും ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശിരൂപം അതിനു മുമ്പ് കയ്യിൽ പിടിക്കുമായിരുന്നു. പക്ഷേ ഒരനുഭവം ജീവിതത്തിൽ നല്ലത് കിട്ടിയപ്പോൾ മുതൽ ഞാൻ അമ്മ മാതാവിൻ്റെ കാശിരൂപം എപ്പോഴും കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. എന്ത് പരിപാടിക്ക് പോയാലും പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഇറങ്ങുന്നത്. പിന്നെ ഉള്ളത്, എൻ്റെ വീട്ടിൽ ഒരു 10 വർഷമായിട്ട് എൻ്റെ വീട് കോട്ടയാണ്. 10 വർഷമായിട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു. അവസാനം 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, 10 വർഷത്തിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ, ലോൺ ഇതായപ്പോഴത്തേക്കും നമുക്ക് ജപ്തി വന്ന് വീട്ടിലടയ്ക്കാൻ 1 രൂപ കയ്യിലില്ല. എന്നാ പൈസയ്ക്കൊരു മാർഗ്ഗമില്ല. അടുത്തത് എന്ത് ചെയ്യും, ലോൺ അടയ്ക്കാൻ പൈസയില്ല. അതും കുറഞ്ഞ രൂപയൊന്നുമില്ല, 30-35 ലക്ഷം ഉണ്ടായിരുന്നു. നമുക്ക് അടയ്ക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. എൻ്റെ അമ്മയും ഞാൻ വന്നത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പം ഇതുപോലെ ലോണിൻ്റെ ജപ്തിയുടെ ലാസ്റ്റ് ഡേറ്റ് വന്നു, നമുക്ക് അടയ്ക്കാൻ പൈസയില്ല. അപ്പോഴും അമ്മ പറഞ്ഞേടി മാതാവ് എന്തെങ്കിലും വഴി കാണിച്ചു തരും. എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസമായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഒട്ടും സങ്കടമില്ലായിരുന്നു. അമ്മ പറയുന്നത് നാളെ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റെങ്കിൽ മാതാവ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കാര്യം കാണിച്ചു തരും, മാതാവ് ഇടപെടും, ഉറപ്പാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മ ഇതുപോലെ ലോണിൻ്റെ അടുത്ത് ബാങ്കിൽ സംസാരിക്കാൻ പോവാണ്, നീട്ടി തരുമോ എന്ന് ചോദിക്കാൻ. അമ്മ കാശ് രൂപ എടുത്തിട്ടാണ് പോയത്, തൈലം പൂശിയിരുന്നു, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അവിടെ ചെന്ന് ചോദിച്ചു ഇതുപോലെ കുറച്ചുകൂടെ നീട്ടി കിട്ടുമോ എന്ന്. ശരിക്കും ഒരു ഇത്തിരി പോലും പൈസ അടയ്ക്കാതെ അവർ നീട്ടി തരണ്ടാത്തയാ. പക്ഷെ അവർ 1 മാസം എക്സ്റ്റെൻഡ് ചെയ്തു വന്നു. ആ 1 മാസത്തിൽ നമുക്ക് പൈസ ആയില്ല. പിന്നെ അങ്ങനെ 3 വട്ടം ബാങ്കുകാർ നമുക്ക് ഓരോരോ മാസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. 4ാമത്തെ മാസം നമുക്ക് കുറച്ച് രൂപ അടയ്ക്കാൻ വേണ്ടി കിട്ടി. അതും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ആൾക്കാരുടെ നിന്നാണ് മാതാവ് ഞങ്ങൾക്ക് പൈസ ഒപ്പിച്ചു തന്നെ. അത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കത്തില്ല ഇന്ന ആൾ ഇത്ര രൂപ തരുമെന്ന്. അങ്ങനെ മാതാവ് ആദ്യം അടയ്ക്കാനുള്ള ഇനീഷ്യൽ പൈസ നമുക്ക് ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ പൈസ അടച്ച് ഞങ്ങളുടെ ജപ്തി മാറി ഞങ്ങൾക്ക് ആധാരം കൈ കിട്ടി. അപ്പം അതിന് എൻ്റെ അമ്മ മാതാവിനോട് എനിക്ക് വളരെയേറെ നന്ദി പറയാനുണ്ട്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് എണ്ണി എണ്ണി പറയുന്നതാണ്. ഇതിൽ കൂടുതൽ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. എൻ്റെ ആത്മീയത, എൻ്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ ആത്മീയമായി നന്നായിട്ട് വളർന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിനചര്യയായിട്ട് മാറി. നമ്മൾ കുളിക്കുന്നതും പല്ല് തേക്കുന്നതും എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രാർത്ഥന. ഇപ്പോൾ ഒരു ദിവസം വൈകുന്നേരം 5 മണിക്ക് അല്ല 6 മണിക്ക് ഞങ്ങൾക്ക് പുറത്ത് പോകണം, വന്നിട്ട് പ്രാർത്ഥിക്കാം എന്നല്ല, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, വൈകുന്നേരം എവിടെയെങ്കിലും പോകാണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങുള്ളായിരുന്നു. പിന്നെ ബൈബിൾ വായന എനിക്ക് നേരത്തെ വലുതായിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കണ്ടടച്ച് തുറന്ന് പ്രാർത്ഥിക്കും, ഒരു ഏറ്റവും കുഞ്ഞത് വായിക്കും, അതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് പിന്നെ ബൈബിൾ നന്നായിട്ട് വായിക്കാൻ തുടങ്ങി. അതിനകത്ത് മനസ്സിൽ കൊള്ളുന്ന വാക്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഇതുപോലെ എന്തെങ്കിലും മനസ്സിന് വിഷമോ ദുഃഖമോ വരുമ്പോൾ ഞാൻ ആ അടയാളപ്പെടുത്തിയത് എടുത്ത് വായിച്ച് നോക്കുമ്പോഴത്തേക്കും മനസ്സിനൊരു സൗഖ്യമായിരുന്നു എനിക്ക്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ എനിക്ക് ടെൻഷൻ അടിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഇത്തിരി, പക്ഷേ എല്ലാത്തിനും ഞാൻ പറയും മാതാവ് ഉണ്ടല്ലോ നടത്തി തരും. പിന്നെ മാതാവ് എനിക്ക് നടത്തി തന്ന എല്ലാ കാര്യങ്ങളും എന്നെ മുൾമുനെ കൊണ്ട് നിർത്തിയിട്ടാണ് എനിക്ക് നടത്തി തരുന്നത്. അതാണ് അടുത്ത കാല് വെക്കാൻ എനിക്ക് സ്ഥലമില്ല. ഇപ്പം നാളെ ഒരു സാധനത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് രാത്രിയായിട്ട് ഒന്നും വന്നില്ല, നാളെ അടുത്ത് വെക്കാൻ കാലില്ല എന്ന് വരുമ്പോൾ ആ മുൾമുനെ കൊണ്ട് നിർത്തിയിട്ടാണ് എൻ്റെ മാതാവ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുള്ളത്. അതിന് എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇതിനു മുമ്പും വല്ലപ്പോഴും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ സഹായിച്ചെന്നായി. പക്ഷേ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1000 രൂപയുള്ളെങ്കിലും നമ്മൾ മറ്റേ വിചാരിക്കാം പൈസ ആയി കഴിഞ്ഞിട്ട് സഹായിക്കാം, അല്ലെ പൈസ ആയി കഴിഞ്ഞിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് മാറി ഇപ്പം 1000 രൂപയുള്ള അല്ലെ 100 രൂപയുള്ളെങ്കിൽ അതിനകത്ത് 10 രൂപ മറ്റൊരാൾക്ക് വേണ്ടി ചിലവാക്കാൻ ഞങ്ങൾ തുടങ്ങി. അപ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിക്കും. ഞങ്ങൾ ആത്മീകമായി നന്നായിട്ട് വളർന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥന ഞങ്ങളുടെ ദിനചര്യയായിട്ട് മാറി. പിന്നെ ഇവിടുന്ന് കിട്ടിയ എല്ലാ ഉപ്പ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ഉപ്പിൻ്റെ ജാറിനകത്ത് ഞാൻ കുറച്ചിട്ടിട്ട് മൊത്തം കലക്കി വെക്കുമായിരുന്നു. അപ്പം ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് എല്ലാം ഉപ്പ് വരുമായിരുന്നു. പിന്നെ വീടിൻ്റെ ചുറ്റും ഉപ്പ് തളിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ജപ്തിയുടെ കാര്യം പറഞ്ഞില്ലേ, ജപ്തിയുടെ കാര്യത്തിനാണെങ്കിലും വീടിൻ്റെ ചുറ്റും എൻ്റെ അമ്മ ഉപ്പ് തളിക്കുമായിരുന്നു. എണ്ണ വെച്ചിട്ട് എല്ലാം തൈലം വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെയുള്ളത് തേൻ, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇതുപോലെ അത്യാവശ്യ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് തേനും കഴിക്കുമായിരുന്നു. പിന്നെ കാശ് രൂപ എപ്പോഴും കയ്യിലുണ്ടാവും. കൃപാസന പത്രം ആദ്യം കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ ഒരു വട്ടം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 3 വട്ടം പുതുക്കിയിട്ടുണ്ട്. ആദ്യത്തെ വട്ടം ഞാൻ എടുത്തത് അമ്മയ്ക്ക് കൊടുത്തു, അറിയാവുന്ന അങ്കിളിന് കൊടുത്തു. അങ്ങനെ അറിയാവുന്ന അടുത്തുള്ള ആൾക്കാർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. എനിക്ക് 3ാമതൊരാൾക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാനപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് പത്രം മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുന്നത്, അവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. 3ാമത്തെ വട്ടം പുതുക്കിയപ്പോഴാണ് ചില കാര്യങ്ങൾ മുമ്പോട്ടങ്ങ് നടക്കുന്നില്ല. കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നല്ലത് വരുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ഈ പത്രം ഇങ്ങനെ കെട്ടുകണക്കിന് വെച്ചോണ്ടിരുന്നിട്ടായിരിക്കും. അപ്പോൾ 2ാമത്തെ വട്ടം വന്ന് പുതുക്കിയ സമയത്ത് അന്ന് തന്നെ അടുത്ത ദിവസത്തേക്ക് പോലും വെച്ചില്ല, അന്ന് തന്നെ പത്രം ഞങ്ങൾ വഴിയിലിറങ്ങി എല്ലാവർക്കും കൊടുത്തു. അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് കാണാനും ഉണ്ടായിരുന്നു. അതുവരെ തങ്ങി നിന്ന ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് ഈ പത്രം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. വിദേശ ജോലി എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു, ആദ്യം പഠിക്കാൻ നോക്കി എൻ്റെ മാതാവ് എനിക്ക് ജോലി കിട്ടിയിട്ടാണ് എന്നെ കൊണ്ടുവന്നത്. വേറൊരു ഗുണമെന്ന് പറയുമ്പോൾ എനിക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ UK ഗവൺമെൻറ്റിലാണ് ജോലി കിട്ടിയേക്കുന്നത്. ഞാൻ പഠിച്ചത് MSW ആണ്, ഞാൻ സോഷ്യൽ വർക്കറാണ്. അപ്പോൾ അവിടുത്തെ സോഷ്യൽ വർക്കറായിട്ടാണ് എനിക്ക് ജോലി കിട്ടി പോകുന്നത്. 1 രൂപ പോലും നമുക്ക് പോകുന്നതിന് ചിലവില്ല. പക്ഷേ നമുക്കിപ്പോൾ പോകണമെങ്കിൽ ഡ്രസ്സും സാധനങ്ങളൊക്കെ മേടിക്കുന്നെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ സാധനങ്ങൾക്ക് ചിലവാക്കുന്ന പൈസ മാത്രം. പക്ഷേ ജോലിപരമായി എനിക്ക് 1 രൂപ പോലും ചിലവാക്കേണ്ട വന്നില്ല. ഈ വിസയ്ക്ക് കിട്ടിയ പൈസ പോലും എനിക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഒരു റീഫണ്ട് വരും. എൻ്റെ മാതാവ് എനിക്ക് അത്രയും പഠിക്കാൻ പോയിരുന്നെങ്കിൽ നല്ല ലക്ഷം രൂപയായേനെ. അതിനകത്തുനിന്ന് 1 രൂപ പോലും ചിലവാക്കാതെ എൻ്റെ മാതാവ് എന്നെ UK കൊണ്ടുപോയി. എൻ്റെ വളരെ വർഷത്തെ ആഗ്രഹമായിരുന്നു പുറത്ത് പോകണമെന്നുള്ളത്, അത് നടത്തി തന്നു.